നമസ്കാരം. പിണറായി വിജയൻ ഇനി കിടന്നു മോങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. പാർട്ടി ചെയ്ത കൊള്ളരുതായ്മകൾക്ക് കാലം കരുതി വെച്ച കനലാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അനധികൃത ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. CMRL കൂടാതെ മറ്റ് കമ്പനികളിൽ നിന്നും എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഈ ഇടപാടുകളെക്കുറിച്ച് SFIO അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എക്സാലോജിക്ക് തുടങ്ങിയത് മുതൽ ഇടപാടുകൾ നടത്തിയ കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് SFIO അന്വേഷിക്കുന്നത്. CMRL കൂടാതെ മറ്റ് 8 കമ്പനികളുമായും എക്സാലോജിക്ക് വൻതുകയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ കമ്പനികളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് SFIOയ്ക്ക് കൈമാറി കഴിഞ്ഞു. മറ്റു കമ്പനികളിൽ നിന്നും എക്സാലോജിക്ക് മാസം തോറും പണം കൈപ്പറ്റിയതായി SFIO കർണാടക ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ കമ്പനികളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും എത്ര രൂപയുടെ പണമിടപാടുകൾ നടന്നിരുന്നു എന്നതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് കോടതി അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ഈ വിവരങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRLന്റെ ഉടമ ശശീന്ദ്രൻ കർത്ത CEO ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്നും എക്സാലോജിക്ക് 2015 മുതൽ 2019 വരെയുള്ള കാലയളവിൽ 77.6 ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 2016-17 കാലയളവിൽ നടത്തിയ 37 ലക്ഷത്തിന്റെ ഇടപാടുകളിൽ 25 ലക്ഷത്തിന്റെ കണക്കുകൾ മാത്രമേ എക്സാലോജിക്കിന്റെ അക്കൗണ്ട് രേഖകളിലുള്ളൂ. ബാക്കി ഇടപാടുകളെ കുറിച്ചുള്ള രേഖകൾ നൽകാനായി SFIO ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ രേഖകൾ കൈമാറാൻ എക്സാലോജിക്ക് തയ്യാറായിട്ടില്ല. CMRLുമായുള്ള എക്സാലോജിക്കിന്റെ 3 വർഷത്തെ ഇടപാടുകൾ പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമെങ്കിലും കൂടുതൽ ദുരൂഹതകൾ പുറത്തു വന്നതോടെ ഇരു കമ്പനികളും തമ്മിൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും SFIO ഇഴകീറി പരിശോധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2016 മുതൽ 22 വരെയുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. 2017 75 കോടിയുടെ നഷ്ടത്തിലായിരുന്നു CMRL. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് വൻ ലാഭത്തിലേക്ക് എത്തിയതെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. 4 വർഷത്തിനിടെ CMRL 56 കോടിയുടെ ലാഭത്തിൽ എത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വിലയിൽ സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ്. ഈ കണക്കിൽ സർക്കാരിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.